നല്ല ബുദ്ധിയുള്ള മലയാളി കുട്ടികൾ പലരും വയലൻസിലേക്ക് പോയി ക്രിമിനൽസ് ആയി കഞ്ചാവും അതുപോലെ ഡ്രഗ്സും അടിച്ച് നമ്മുടെ യുവത്വം നശിപ്പിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. അതിന് നല്ലൊരു പങ്കും എസ്എഫ്ഐയുടെ ഇപ്പോഴത്തെ നേതാക്കന്മാരുടെ അവർക്ക് തന്നെയാണ് എന്ന് പറയേണ്ടി വരും. കാരണം നമ്മൾ കണ്ടല്ലോ, കോളേജിലും സ്കൂളുകളിലും ഒക്കെ നടക്കുന്ന അടിപിടികളും കുത്തും വെട്ടും കൊലപാതകവും നമ്മൾ കണ്ടല്ലോ. പൂക്കോട് നടന്ന കൊലപാതകം, സിദ്ധാർത്ഥനെ കൊന്നു. അതുപോലെ തന്നെ കോഴിക്കോടും തൃശ്ശൂരും ഒക്കെയുള്ള വയലൻസ് കുട്ടികളിലെ കോളേജുകളിലെ ധാരാളം നമ്മൾ കണ്ടു. പിന്നെ നമ്മൾ നോക്കിക്കഴിയുമ്പോൾ കോട്ടയം അവരുടെ മെഡിക്കൽ വിങ്ങിന്റെ ഭാഗമുള്ള നഴ്സിംഗ് കോളേജിലെ നടന്ന സംഭവം, അവിടെ താമസിക്കുന്ന കുട്ടികളുടെ ദേഹം കോമ്പസ് ഉപയോഗിച്ച് വരഞ്ഞു കീറി അതിൽ ഡെറ്റോൾ ഒഴിക്കുന്നതും അവിടെ ലോഷൻ ഒഴിക്കുന്നതും നമ്മൾ കണ്ടു. വളരെ ഭീകരമായ ക്രൂരമായ പീഡനങ്ങൾ അവിടെ നടക്കുന്നു റാഗിങ്ങിന്റെ പേരിൽ. അതുപോലെ തന്നെ കൊല്ലത്ത് നഴ്സിംഗ് കോളേജിലെ ആൺകുട്ടികൾക്ക് പകരം റാഗിങ് നടത്തിയ പെൺകുട്ടികളാണ് 3 പേര്. സീനിയർ 3 പെൺകുട്ടികൾ ഒരു പെൺകുട്ടിയെ റാഗ് ചെയ്ത് അത് മനംതൊന്ന് അത് ഹോസ്റ്റലിന്റെ മുകളിൽ നിന്ന് എടുത്തിയാടി ആത്മഹത്യ ചെയ്തത് നമ്മൾ കണ്ടു. ഇത് ദൈനംദിനമായി എല്ലാ കോളേജുകളിലും പ്രൊഫഷണൽ കോളേജുകളെല്ലാം നമ്മൾ കാണുകയാണ്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തെ എഞ്ചിനീയറിംഗ് കോളേജിലെ ഒരു കുട്ടി നാലാം വർഷം പഠിക്കുന്ന ഒരു കുട്ടി അതിനെ മറ്റൊരു കുട്ടി കുത്തിക്കൊന്നതായിട്ട് നമ്മൾ കണ്ടു. കാരണം ഇത് സർവ്വസാധാരണമായി വയലൻസ് എല്ലാ കോളേജുകളിലും പ്രൊഫഷണൽ കോളേജുകളിലും സ്കൂളുകൾ വരെ എത്തിക്കഴിഞ്ഞു. അതിനകത്ത് തീർച്ചയായിട്ടും ഇടതുപക്ഷ സംഘടനയുടെ ഭാഗമായ എസ്എഫ്ഐ അവർക്ക് തീർച്ചയായിട്ടും മേജർ റോൾ ഉണ്ടെന്ന് പറയാതിരിക്കാൻ ഒക്കില്ല. അത് തീർച്ചയായിട്ടും ആ പാർട്ടി തന്നെ ആ എസ്എഫ്ഐ യൂണിറ്റ് കേരളത്തിലുള്ള എല്ലാ യൂണിറ്റുകളും നിരോധിച്ച് നിൽക്കണമെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. അതേപ്പറ്റി തീർച്ചയായിട്ടും അങ്ങനെ ഒരു ചിന്ത ഉരുത്തിരിഞ്ഞ് വരുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്നു. ഏതായാലും ഇപ്പം നടക്കുന്ന ഈ കൊച്ചിന്റെ ഞാൻ അതുകൊണ്ടാണ് സ്കൂളിലും കോളേജിലും പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ നല്ല വിവരമുണ്ട്. അവരെ നല്ലതായിട്ട് ഗൈഡ് ചെയ്ത് നല്ല വിദ്യാഭ്യാസം കൊടുത്തു വരണം. സാറുമാർക്ക് തീർച്ചയായിട്ടും അതനുസരിച്ചുള്ള സ്റ്റാൻഡേർഡുള്ള അധ്യാപകരായിരിക്കണം. ഒരു സർട്ടിഫിക്കറ്റ് കൈവച്ച് പലരും വന്ന് സ്കൂളിലെ കുട്ടികളെ പഠിപ്പിക്കുന്ന നമ്മൾ കേരളം മുഴുവൻ കാണുകയാണ്. കുട്ടികൾക്കൊന്നും ആവശ്യമായ ബുദ്ധി കൊടുക്കാൻ അവർക്ക് കഴിയില്ല. അവർക്ക് തന്നെ ഡിഗ്രിയും PhD ഒക്കെ കയ്യിലുണ്ടെങ്കിൽ മലയാള ഭാഷയും ഇംഗ്ലീഷ് ഭാഷയും നന്നായിട്ട് എഴുതാൻ പോലും അറിയാത്ത അധ്യാപകരാണ് സംഘടനയുടെ മുദ്രാവാക്യം വിളിച്ച് കോളേജിലും സ്കൂളിലൊക്കെ കറങ്ങി നടക്കുന്നത് നമ്മൾ കാണുന്നു. അതുകൊണ്ട് നമ്മുടെ ഇവിടുത്തെ ശൈശവം, പ്രത്യേകിച്ച് ഇവിടുത്തെ യങ്സ്റ്റേഴ്സ്, കോളേജ് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെ തലമുറ എഴുതാനും വായിക്കാനും അറിയാതെ നശിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നാണ്. ഈ കൊച്ചിന്റെ ഈ യാത്രയിൽ തന്നെ ആലോചിച്ച് നമ്മൾ നോക്കണം. ഇത്ര ചെറുപ്പത്തിലെ സാമാന്യ ബോധമുള്ള ഒരു കൊച്ചാണത്. നല്ല ബുദ്ധിയുള്ള ഒരു കുട്ടിയായിട്ട് തന്നെ കണക്കാക്കാൻ ഒക്കുള്ളൂ. കാരണം അമ്മ വാക്ക് പറഞ്ഞപ്പോൾ അത് പരാതി എവിടെയെങ്കിലും പറയണമല്ലോ. അച്ഛൻ്റെ അടുത്ത് പറഞ്ഞാൽ ചിലപ്പോൾ കേട്ടില്ല. അമ്മ മൂത്ത സഹോദരി അല്ലെങ്കിൽ സഹോദരിയുടെ ഒപ്പം ചേർന്നു. ആ കൊച്ചിനുണ്ടായ വിഷമം പരിഹരിക്കാൻ മാർഗം കൊച്ചു തന്നെ കണ്ടെത്തിയതാണ്. ഏതായാലും ആ വാർത്തയോട് നമുക്ക് പ്രതികരിക്കാതിരിക്കാൻ കഴിയില്ല.